സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ സന്ദർശിച്ച് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ കിഴിശ്ശേരിയിലെ വീട്ടിലെത്തി ഭരണഘടനയുടെ പകർപ്പ് കൈമാറി. സമസ്തയുടെ സംഭാവനകൾ കേരള ചരിത്രത്തിൽ സുവർണ ലിപികളാൽ രേഖപ്പെടുത്തുന്നതാണെന്ന് സന്ദീപ് പറഞ്ഞു. സന്ദീപിൻ്റെത് സൗഹൃദ സന്ദർശനമാണെന്നും മതസൗഹാർദ്ദമുണ്ടാക്കുന്നതിൽ ഇത്തരം കൂടിക്കാഴ്ചകൾ സഹായിക്കുമെന്നും തങ്ങളും പ്രതികരിച്ചു. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഈ ഇന്ത്യ രാജ്യത്ത് അവരിഷ്ടപ്പെടുന്ന രാഷ്ട്രീയ കക്ഷികളിൽ ആർക്കും ആവാം. അപ്പൊ സന്ദീപ് വാര്യർ മൂപ്പര് അവര് പിന്നെ BJP ആണ് ഈ ഇന്ത്യ രാജ്യത്തിന് ഗുണമെന്ന് മനസ്സിലാക്കി അതിലായിട്ടുണ്ടാവും. പിന്നെ മൂപ്പര് ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുമ്പോൾ ഇന്ന് മാറുക എന്നുള്ള ചിന്താഗതിയൊക്കെ അവരെ സ്വന്തം ചിന്താഗതിയാണത്. അപ്പൊ നമ്മൾ അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് അദ്ദേഹത്തെ സ്വീകരിച്ചു, അത് സ്വീകരിക്കേണ്ടതാണ്, അതിൻ്റെ ഒരു ഭാഗമാണ്. മൂപ്പര് പറഞ്ഞല്ലോ, മൂപ്പര് BJPയിലാവുമ്പോഴും ഒന്ന് കാണണമെന്ന് ഉദ്ദേശിച്ചിരുന്നു. BJPയിലുള്ള പല നേതാക്കന്മാരായിട്ട് നമ്മൾ വന്നു. നമ്മുടെ സാമുദായിക വിദ്യാഭ്യാസ രംഗത്ത്, ഇവിടുത്തെ മതപരമായ രംഗത്ത്, ആത്മീയ രംഗത്തൊക്കെ ഒരു സൂര്യ തേജസ്സായി നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ് സമസ്ത. ആ സമസ്തയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിത ശ്രേഷ്ഠനാണ്. അപ്പോൾ അദ്ദേഹത്തോട് അങ്ങേയറ്റത്തെ ആദരവാണുള്ളത്. അദ്ദേഹത്തെ പോലൊരു വലിയ മനുഷ്യനെ വന്ന് കാണാൻ ഏറെക്കാലമായി ആഗ്രഹിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴാണ് സാഹചര്യം അനുകൂലമായിട്ട് വന്നത്. അദ്ദേഹത്തെ കാണാൻ സാധിച്ചു, അദ്ദേഹത്തിന്റെ സ്നേഹം അനുഭവിക്കാൻ സാധിക്കുന്നു. വലിയ സന്തോഷം. മുഹമ്മദ് ഷംസീർ നമ്മോടൊപ്പം ചേരുന്നു. ഷംസീർ, ഇന്നലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ സന്ദീപ് വാര്യരെ വിമർശിച്ചുകൊണ്ടും അദ്ദേഹം നടത്തിയിട്ടുള്ള മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളുടെ സ്ക്രീൻഷോട്ടൊക്കെ പ്രസിദ്ധപ്പെടുത്തിയിരുന്നു പരസ്യമായി CPM-ന്റെ. അതുണ്ടാക്കിയൊരു വിവാദം നമുക്കറിയാം. അതിനെ ഒരു കവറപ്പ് ചെയ്യുന്നതിന്റെ ഭാഗം കൂടിയാണോ ഇന്നിപ്പോൾ രാവിലെ എടുക്കപ്പെട്ട ജിഫ്രി തങ്ങളെ ഇദ്ദേഹം കാണുന്നത്? നിഷാദ്, ആ നിലയ്ക്ക് അവർ വിശദീകരിക്കാൻ തയ്യാറാകുന്നില്ല എങ്കിൽ കൂടി അങ്ങനെ വേണം നമ്മളതിനെ ഈ കൂടിക്കാഴ്ചയെ കാണാൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ സാദിഖ് അലി തങ്ങളെ സന്ദീപ് വാര്യർ കണ്ടിരുന്നു. ഇന്നലെ G. സുകുമാരൻ നായരെ അവിടെ വീട്ടിൽ പോയി കണ്ടിരുന്നു. അതിന്റെ തുടർച്ചയായാണ് ഈ സന്ദർശനമെന്നും മാത്രമല്ല ജിഫ്രി തങ്ങളെ കാലങ്ങളായി കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഇപ്പോഴാണ് വരാൻ സാധിച്ചത് എന്ന തരത്തിലാണ് സന്ദീപ് വാര്യർ ഈ കൂടിക്കാഴ്ച വിശദീകരിക്കുന്നത്. അതേസമയം തന്നെ നിഷാദ് സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നലെ സുപ്രഭാതത്തിലും സിറാജിലും ഒക്കെ വന്ന പരസ്യവും അതുണ്ടാക്കിയ രാഷ്ട്രീയ കോലാഹലങ്ങളൊക്കെയുണ്ട്. അതിന്റെ പിന്നാലെ തൊട്ടു പിറ്റേ ദിവസം, തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ സന്ദീപ് വാര്യർ ജിഫ്രി തങ്ങളെ കാണാൻ വരും. അത് പാച്ചപ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശം കൂടി സ്വാഭാവികമായും ഈ സന്ദർശനത്തിനുണ്ട് എന്ന് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. KPCC സെക്രട്ടറി KP നൌഷാദ് അലിയുടെ കൂടെയാണ് കീഴ്ശ്ശേരിയിലെ ജിഫ്രി തങ്ങളുടെ വീട്ടിൽ സന്ദീപ് വാര്യർ എത്തിയത്. തങ്ങളോടും സമസ്തയോടും അങ്ങേയറ്റത്തെ ആദരവുണ്ട് എന്നും സമസ്ത ആത്മീയ രംഗത്ത് സൂര്യ തേജസ്സാണ് എന്നും സന്ദീപ് വാര്യർ വ്യക്തമാക്കുകയുണ്ടായി. ഒപ്പം തന്നെ സമസ്തയുടെ സംഭാവനകൾ കേരള ചരിത്രത്തിൽ സുവർണ ലിപികളാൽ രേഖപ്പെടുത്തുന്നതാണ് തുടങ്ങിയ പുകഴ് വാചകങ്ങളാണ് സന്ദീപ് വാര്യർ സമസ്തയെക്കുറിച്ചും ജിഫ്രി തങ്ങളെ കുറിച്ചും ഒക്കെ പറഞ്ഞത്. മാത്രമല്ല ജിഫ്രി തങ്ങൾ വലിയൊരു ആത്മീയ സംഘടനയുടെ പ്രകാശ ഗോപുരമായ ആളാണ് എന്നുകൂടി ജിഫ്രി തങ്ങളെ കുറിച്ച് സന്ദീപ് വാര്യർ പറയുകയുണ്ടായി. ഇന്നലത്തെ സുപ്രഭാതം പത്രത്തിലെ പരസ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി നമ്മൾ ജിഫ്രി തങ്ങളോട് ചോദിച്ചിരുന്നു. എന്നാൽ അതിൽ പ്രതികരിക്കാൻ ജിഫ്രി തങ്ങൾ കാര്യമായി തയ്യാറായിട്ടില്ല. പത്രത്തിൽ ആര് പരസ്യം കൊടുത്താലും സ്വീകരിക്കുമെന്ന ഒറ്റ വാക്കിൽ അതിനെ പറയുകയായിരുന്നു. മാത്രമല്ല വിമർശനങ്ങളെ നേരിടാൻ തയ്യാറാണ് എന്നുള്ള നിലയ്ക്ക് കൂടിയാണ് ആ കാര്യത്തെ ജിഫ്രി തങ്ങൾ സൂചിപ്പിച്ചത്. മതസൗഹാർദ്ദം ഉണ്ടാക്കുന്നതിൽ ഇത്തരം കൂടിക്കാഴ്ചകൾ നാഴികക്കല്ലാകും എന്നുകൂടി ജിഫ്രി തങ്ങൾ പറയുകയുണ്ടായി.